ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മുമ്പ് പോയതാണ്, ഇപ്പോഴാണ് ഞാൻ ആ വീഡിയോ ഇടുന്നത്. നമുക്ക് ന്യൂ ഇയർ ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. ജനുവരി 10th തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ 3 ദിവസമായി എടുത്തിട്ട്, അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇടുന്നത്. ഞാനത് മാർജിൻ ഫ്രീ മാർക്കറ്റിന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ കണ്ടോ പോയിട്ടുള്ളത്. എനിക്ക് ഇത്തിരി വയ്യായിണ്ട്, അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം മാറിയിട്ടുള്ളത് കേട്ടോ. അപ്പം അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ അതേ മുകളിലാണ് അവിടെ ഉള്ളതല്ല, ഞാൻ ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ നിന്നാണ് വാങ്ങിക്കൽ. അപ്പോൾ എനിക്കും പിന്നെ എൻ്റെ സിസ്റ്ററിനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതുപോലെ ഒരു ഗിഫ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തൊരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ സ്കൂൾ ഇട്ടിട്ട് വരുമായിരുന്നു. മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ മീറ്റിംഗ് ഉണ്ടാവുമല്ലോ. അപ്പോൾ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂൾ ഇട്ടിട്ട് വരുമായിരുന്നു. അവിടെ ഒരുപാട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഷോപ്പ് വരുന്നത് തൃക്കാവ് ഭാഗത്താണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതേ ആ ഒരു ഭാഗത്തൊക്കെ പോയി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കാൻ കൂടുതലും കേട്ടോ. അത്യാവശ്യം റേറ്റ് കുറവാണോ തോന്നുന്നുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ അവർ കുറവ് നമുക്ക് തരും. കുറച്ച് കുറവ് സാധനങ്ങളൊക്കെ നമുക്ക് തരും കേട്ടോ. പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞാനും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അത്യാവശ്യമുള്ള ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്തെന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഒരുപാട് കളേഴ്സൊന്നും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കളേഴ്സിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾക്ക് കാണാൻ നല്ല റേറ്റാണ്. മാർക്കറും പെയിൻറ്റൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. എന്തായാലും എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെന്ന് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെയാണ്. പിന്നെ പെന്നിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. അവിടെ പെന്നിൻ്റെ ഒരുപാട് ഇതുണ്ട് കേട്ടോ. ഗിൽറ്റർ അങ്ങനെ ഒരുപാടുണ്ട്. അപ്പം ഞങ്ങൾ റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ ലൈറ്റ് എത്തുന്നൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റേറ്റ് എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ കാണിക്കുന്നുണ്ടെന്ന്. അങ്ങനത്തെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഉണ്ട്. ഇത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇതൊന്നും നല്ല ഇഷ്ടമായത്. വേറൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്കും വാങ്ങിച്ചു. പക്ഷേ അതിനൊക്കെ നല്ല റേറ്റ് ആയതുകൊണ്ട് ആ റേറ്റിനുള്ള ഇതിന് 65. ആ റേറ്റിനുള്ള സാധനങ്ങൾ നമുക്ക് കുഞ്ഞു കുറേ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ഒരു സാധനം കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് കുറച്ച് ചെറിയ ക്യാഷിൻ്റെത് ഒരുപാടെണ്ണം കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുമല്ലോ, നല്ല യൂസ്ഫുള്ളും ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ ഒരു സംഭവം നല്ല ഇഷ്ടമായത്. അപ്പോൾ ഒരു ലൈറ്റിൻ്റെ സംഭവമില്ലേ, അതൊക്കെ നല്ലതായിട്ട് ഇഷ്ടമായി. ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അത്യാവശ്യം വാങ്ങിച്ചു. ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല റേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ചപ്പോൾ. റിങ്ങും അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഒരു അൽമാറയിലായിട്ട് അങ്ങനത്തെ ഫ്ലവേഴ്സിൻ്റെ സംഭവം അതൊക്കെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ അതൊന്നും വാങ്ങിച്ചില്ല. ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ അതൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ നല്ല റേറ്റും ആയിരിക്കും. അപ്പോൾ ഞാൻ തീരെ വാങ്ങിച്ചിട്ടില്ല അതൊന്നും. പിന്നെ ഫ്രെയിമൊക്കെ ആ ഒരു സ്ഥലത്താണ് ഉണ്ടായത്. അപ്പോൾ ഫ്രെയിമൊക്കെ ഇവിടെ പോയി നോക്കുമായിരുന്നു ഞാൻ. ഇവിടെയൊക്കെ ഒരുപാട് ബാഗുകളുണ്ട്. അപ്പോൾ ഫ്രെയിമിൻ്റെ വലിയ ഫ്രെയിംസിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഞാൻ ഒന്ന് പോയി നോക്കിയപ്പോൾ അപ്പുറത്തിരിക്കുന്നു നമ്മുടെ ഫ്രെയിംസ് മൊത്തം. എനിക്ക് ഫ്രെയിംസ് ഇടയ്ക്ക് വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. എന്നാലേ വാങ്ങിക്കും. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരുപാട് ബാഗുകളുണ്ട്. ബാഗിൻ്റെ ആവശ്യമൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി, അത്രയേ ഉള്ളൂ. പിന്നെ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൗച്ച് നോക്കി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നോക്കി. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് എത്ര 16 or 15 അങ്ങനെ എന്തോ ആണ്, 65 അങ്ങനെ എന്തോ ആണ് കേട്ടോ. നല്ല ഇഷ്ടമായി എനിക്കത്. ഞാനത് വീട്ടിലെത്തി. അവർ ഈ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള കവറാണ് കേട്ടോ അവരതിലുള്ളത്. അതാണ് തരൽ. അപ്പോൾ എന്തൊക്കെയാണ് കാണിച്ചതെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് തന്നെ ഞാൻ വാങ്ങിച്ചത് പേപ്പർ സോപ്പാണ് കേട്ടോ. പേപ്പർ സോപ്പ് അടിപൊളിയാണ്. അപ്പോൾ പേപ്പർ സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അറിയില്ല എന്താണെന്ന്. ഒരു പേപ്പർ സോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ആണെങ്കിൽ ഞാൻ ടൂറ് പോകുന്നുണ്ട്, ജനുവരി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിനോട് നമുക്ക് ആവശ്യമാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു സംഭവമാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ടേപ്പ് കറക്ഷൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള സംഭവമായിരുന്നു. ആദ്യം എനിക്കറിയില്ലായിരുന്നു ഇതെന്താ സംഭവമെന്ന്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. പിന്നെ യൂട്യൂബിൽ അങ്ങനെ അടിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി ഇനി എന്താണ് സംഭവം എന്നുള്ളത്. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഷോർട്സിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പോയി കണ്ടോളൂ കേട്ടോ.
അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഇഷ്ടമായി, ക്യൂട്ട്. ഞാൻ വെച്ചു മറ്റേ ടേപ്പ് ഡിസ്പെൻസ് ആ ഒരു സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ച് വീട്ടിൽ എത്തിക്കുമ്പോൾ ഇത് എന്തൊക്കെയോ കിടന്ന് കറങ്ങുന്നതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. സത്യം പറഞ്ഞാൽ ഞാൻ വെച്ചാൽ അതൊക്കെയാണെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്, പക്ഷെ അല്ല. പിന്നെ ഒരു ഗിഫ്റ്റ് പേപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പൊതിയാൻ വേണ്ടിയിട്ട്. ഗിഫ്റ്റ് പേപ്പർ 5 റുപ്പീസ് ആട്ടോ, അത്യാവശ്യം നല്ല വലുതാണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നല്ല വലുതാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചു. അത്യാവശ്യം വലുതാകുമ്പോൾ നമുക്ക് ഒന്നുകൂടി യൂസ് ചെയ്യാം. ഇത് നമ്മൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നതാണ് കേട്ടോ. അവിടെ അടുത്തുള്ളൊരു കടയിലുണ്ട്, അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് കൂടുതലും വാങ്ങിക്കാറുള്ളത്. പിന്നെ വന്നിട്ട് അത് വാങ്ങിച്ചു. പിന്നെ വന്നിട്ട് സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 50 റുപ്പീസായിരുന്നു. പല ഇമോജീസ് വരുന്ന സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ആദ്യം ഫ്രീ പ്രൈസിൽ 15 ആണ് തോന്നുന്നുണ്ട്, മറ്റേതിൽ 20, 25 ആ റേഞ്ചാണ് വരുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പല പല ഇമോജീസ് ഭയങ്കര രസമായിട്ട് ക്യൂട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന പല ഇമോജീസാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വാങ്ങിച്ചു ഒട്ടിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ മെയിനായിട്ട് എന്താ വാങ്ങിച്ചത്, പിന്നെ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 എണ്ണം വാങ്ങിച്ചു. 5 റുപ്പീസാണ് ട്രാൻസ്പാരൻറ്റ് ഷീറ്റിന് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റിന് നമ്മൾ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നുമല്ല, ഇനിയും ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ എൻ്റേതല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചതാണ്. എൻ്റെ മാത്രമേ ഞാൻ എടുത്ത് വെച്ചതേ ഉള്ളൂ. പിന്നെ നമ്മളത് സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്കല്ല, നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതാണ്. ഇതുവരെ കാണിച്ചതിലൊന്നും കൊടുക്കില്ല, ഇതും ഞാൻ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പം അടിപൊളിയായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതൊരു ഇതാണ്. പിന്നെ ഒരു ക്രാബ് ഉണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള 20 റുപ്പീസാട്ടോ. നല്ല ക്വാളിറ്റി എനിക്ക് തോന്നി. 20 റുപ്പീസിന് ഇത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് 20 റുപ്പീസ് നല്ല വർത്താണെന്നാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. നല്ല ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് എനിക്കല്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ ന്യൂ ഫ്രണ്ടിന് വാങ്ങിച്ചതാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ വാങ്ങിക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ അങ്ങനെ വാങ്ങിച്ചു പോയി, അതാണ് സത്യം. പിന്നെ അതുപോലെ ടേപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനെല്ലാം വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് കാണിക്കാത്ത. ശരിക്ക് ബാക്കിൽ വേറെ ആളാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. എനിക്ക് അലർജി പിടിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ. അപ്പോൾ 2 മഞ്ച് വാങ്ങിച്ചു. ഇതൊക്കെ ന്യൂ ഇയർ ഫ്രണ്ടിനാണ് കേട്ടോ. ഇതിൻ്റെ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതേ ഈ ഒരു ലൈറ്റ് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ ലൈറ്റ് സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത്ര 20, 25 ആ റേഞ്ചാണ് കേട്ടോ വരുന്നത്. നല്ല സംഭവമായിരുന്നു, നല്ല ഇഷ്ടമായിട്ടോ. ലൈറ്റൊക്കെ ഓഫാക്കിയപ്പോൾ അടിപൊളിയായി തോന്നി. അങ്ങനെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള സംഭവം ഉണ്ടായിരുന്നു കണ്ടോ. നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എനിക്ക് വാങ്ങിച്ചതല്ല. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് വാങ്ങിക്കണമെന്ന് വേണ്ട, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. ലൈറ്റൊക്കെ ഓഫാക്കി അടിപൊളിയായിരുന്നു. അങ്ങനെ അതുണ്ട്, അത് എനിക്കല്ല കേട്ടോ, പറഞ്ഞല്ലോ. പിന്നെന്താ, പിന്നെ ഇതുപോലത്തെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു കീ ചെയിനാണ്. ഇതിന് എത്ര 20 റുപ്പീസാട്ടോ. നല്ല വേർത്തല്ല. ഞാനിങ്ങനത്തെ 20, 25, 30 ആ ഒരു റേഞ്ചുള്ള സംഭവങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലെ പെന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, യൂണാമാക്സിൻ്റെ പെന്നും. പിന്നെ വേറൊരു നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ പോലത്തൊരു കളറിൽ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. ഒന്ന് ബ്ലൂ ഒന്ന് ബ്ലാക്കാണ് കേട്ടോ. യൂണാമാക്സ് ബ്ലാക്കാണ്, മറ്റേത് ബ്ലൂ ആണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. 2 പെന്നുകളും ഭയങ്കര. ഞാൻ എഴുതുണ്ടോ എന്ന് നോക്കിയതാണ് എൻ്റെ കൈമേൽ എൻ്റെ പേര് എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ എന്താ വാങ്ങിച്ചത്, പിന്നെ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഈ പശൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത്. സത്യം പറയാൻ എൻ്റെ ഇടയ്ക്ക് തീരുമ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഞാനിത് എവിടെ നിന്ന് വാങ്ങിക്കും ആ ഒരു രീതിയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വലിയൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു റിങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ന്യൂ ഇയർ ഫ്രണ്ടിന് വാങ്ങിച്ചതാണ്, വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിച്ചത് ഈ ഒരു എറൈസറാണ് വാങ്ങിച്ചത്. ഇതിന് 5 റുപ്പീസുള്ളൂ കേട്ടോ. റിങ്ങിന് എത്ര 30 അങ്ങനെ എന്തോ ഉണ്ട്. റിങ്ങിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു എറൈസർ വാങ്ങിച്ചു. പിന്നെ ഈ ഒരു കപ്പ് വാങ്ങിച്ചു. ഇത് സത്യം പറഞ്ഞാൽ ന്യൂ ഇയർ ഫ്രണ്ടിന് വാങ്ങിച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്തു ഗൈസ്. എന്നിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇതിൻ്റെ സംഭവം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ഡിസൈൻ അതൊന്നും അല്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടത്. കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. എനിക്ക് ക്യൂട്ട് സാധനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഭയങ്കര സന്തോഷമാണ്, വാങ്ങിക്കാൻ തോന്നും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബൈ ബൈ.